200 മുതൽ 400 വരെയുള്ള 4ൻ്റെ ഗുണിതങ്ങളുടെ ആകെത്തുക എന്തെന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഇത് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ ആകെത്തുക എന്തെന്ന് ചോദിച്ചാൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തുക = n/2 × x1 + xn ആണ്. ഇവിടെ 200 എന്ന് പറയുന്നതാണ് നമ്മുടെ x1 എന്ന് പറയുന്നത്. xn എന്ന് പറയുന്നത് 400 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 200ഉം ഈ 400ഉം 4ൻ്റെ ഗുണിതങ്ങളാണോ എന്ന് നോക്കണം. 200 മുതൽ 400 വരെയുള്ള 4ൻ്റെ ഗുണിതങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ എവിടെ മുതൽ എവിടം വരെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ സംഖ്യകളും എന്താണ് 4ൻ്റെ ഗുണിതങ്ങളാണോ എന്ന് നമ്മൾ നോക്കുക. ഇവിടെ 200ഉം 400ഉം എന്താണ് 4ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് x1 എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് വാല്യൂ ആയി 200ഉം xn എന്ന് പറയുന്നത് ലാസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 400ഉം വരും. പിന്നെ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പറാണ്. അതിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ നമുക്ക് n കണ്ടുപിടിച്ചിട്ട് വേണം, ടോട്ടൽ നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, തുക കണ്ടുപിടിക്കാൻ പോകാൻ. അപ്പോൾ ടോട്ടൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് xn - x1 / d + 1 എന്നാണ്. അപ്പോൾ xn നമുക്കറിയാം, x1 അറിയാം. x1 എന്ന് പറയുന്നത് 200, xn എന്ന് പറയുന്നത് 400 ആണെന്ന് നമുക്കറിയാം. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഇവിടെ തന്നിട്ടുണ്ട് 4ൻ്റെ ഗുണിതങ്ങളെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ d എത്ര വരും? 4 എന്ന് തന്നെ വരും, +1. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. n = ടോട്ടൽ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n = 400. xn എന്ന് പറയുന്നത് 400, x1 എന്ന് പറയുന്നത് 200/4 അല്ലേ. കോമൺ ഡിഫറൻസ് ഇവിടെ 4 ആണ്. അതുകൊണ്ട് 4 + 1. ഇനി 400ൽ നിന്ന് 200 പോയാൽ എത്ര കിട്ടും? 200 തന്നെ അല്ലേ. 400ൽ നിന്ന് 200/200, 200/4 + 1 = 200. 20/4 നമുക്കറിയാം 5 ആണെന്ന്. അപ്പോൾ 200/4 എത്ര വരും? 50 വരും. 50 + 1 = 51. ഈ 1 ഇവിടെ മനസ്സിലായല്ലോ. ഈ 1 ഇക്വേഷനിലെ 1 തന്നെ. 50 + 1 = 51. അപ്പോൾ നമുക്കിവിടെ x-ൻ്റെ വാല്യൂ 51 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. ഇനി നമുക്കൊന്നും വേണ്ട, തുകയിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തുക = 51/2. ഈ 51 നമ്മളിപ്പം എന്താണ് ടോട്ടൽ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് 51 51/2 അല്ലേ, n/2. അപ്പോൾ 200 × 200 + 400 x1 + xn 51 = 51/2. 200 400ഓടും കൂട്ടി 600. ഇനി നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പം ബാക്കി ചെയ്യാം. 51 × 600/2 അല്ലേ. 51ഉം 600ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പം 30,600 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതായിരിക്കും എളുപ്പം. അപ്പോൾ 30,600ൻ്റെ പകുതി എടുക്കുക അല്ലേ. /2 എന്ന് പറയുമ്പോൾ എന്താണ്? അതേ ആ വാല്യൂവിൻ്റെ പകുതി എടുക്കുക. പകുതി എന്ന് പറയുമ്പോൾ 15,300.